ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പം അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എണീക്കുമ്പോഴത്തേക്കും അമ്മ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ വെള്ളവും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ചുടുവെള്ളമൊക്കെയാണ് കുടിക്കുക. അപ്പോൾ ദോശ കഴിക്കാൻ ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാനിപ്പോൾ എണീറ്റ് വരുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞതുകൊണ്ട് തന്നെ വെജ് കോലാപ്പൂരിയൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ദോശയുടെ കൂടെ അത് കൂട്ടിയിട്ടാണ് കഴിക്കണത്. പിന്നെ അമ്മ കപ്പയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെയുള്ള കപ്പയാണ്. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല വേവ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ വേവുന്നതായിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ വെളിയിലോട്ട് വന്നതാണ്. അപ്പം ഏട്ടൻ ഇങ്ങനെ വെളിയിൽ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഐസുകാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പണ്ടൊക്കെ ഐസുകാരൻ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഓടിപ്പോയിട്ട് വാങ്ങിക്കില്ലേ. ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോഴത്തേക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പം പിന്നെ എന്തായാലും വാങ്ങിച്ചേക്കാമെന്ന് കരുതി നമ്മൾ പാലൈസ് വാങ്ങിക്കാനാണ് ഞാനൊന്ന് നോക്കിയത്. അതായിരുന്നു കഴിക്കാനൊരാഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ പാലൈസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഐസുകാരൻ്റെ അടുത്ത് നമ്മുടെ ചോക്കോബാറും ബോൾ ഐസും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു പഴയ ടൈപ്പിലുള്ള ഐസായിരുന്നു വേണ്ടത്. ഫ്രൂട്ട് ഐസ് ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പം മാംഗോവും ഗ്രേപ്സും ആണ് ഉള്ളതെന്ന് പറഞ്ഞ് അപ്പോൾ അതിപ്പം എടുക്കുകയാണ് എല്ലാവർക്കും കൂടിയിട്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോപ്സിക്കിളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വാങ്ങിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ടേസ്റ്റിൻ്റെ മാത്രമല്ല, ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലും ഉണ്ടാവും. ഇപ്പോൾ ഈ ഐസിൽ ഇങ്ങനെ കവറൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ പണ്ടിങ്ങനെ ഐസിൽ കവറും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഐസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് ജാനൂട്ടിക്ക് കാത് കുത്താമെന്ന് വിചാരിച്ചു. ഇന്ന് 90 കഴിഞ്ഞല്ലോ. അപ്പം കാത് കുത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് തന്നെയാണ് കുത്താമെന്ന് വിചാരിച്ചത്. അല്ലാതെ നമ്മൾ വെളിയിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേദനയുടെ കാര്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ തന്നെ ആകുമ്പം പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇവർ ആദ്യം തന്നെ പോയി വെയിറ്റൊക്കെ നോക്കും. അതിന് ശേഷമാണ് പിന്നെ കാത് കുത്തുന്നത്. കാത് കുത്തുന്നതിന് മുന്നേ ആ ഒരു മാർക്ക് ചെയ്യില്ലേ, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ജാനൂട്ടി കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളിങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത്. ഫ്രീ ആക്കിയിട്ടൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ അത്ര കരയില്ല എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോയി. പിന്നെ നമ്മൾ വിക്കിൻ്റെ ടൈമിലൊന്നും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ജാനൂട്ടിക്ക് 90 ആയി. അപ്പം നാട്ടിലും ഉണ്ട്. അപ്പം അമ്മമാർ രണ്ടുപേരും എന്തായാലും പറഞ്ഞു കാതൊക്കെ കുത്തിയിട്ട് പോയാൽ മതി. ഇനി അമേരിക്കയിൽ പോയിട്ട് ഞാനെങ്ങാനും കാത് കുത്താതെ ഇരിക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അവർക്ക്. കാരണം കാത് കുത്തുന്നത് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഈ വേദന എടുക്കുന്ന പരിപാടിയാണല്ലോ. അപ്പം എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും കുഞ്ഞിലെ കുത്തി കഴിയുമ്പോൾ പിന്നെ അത്രയും വേദന ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഉണ്ടാവില്ല എന്നല്ല, അത്ര അറിയില്ല അവർക്ക് എന്നുള്ള ഒരു ഇതെല്ലാവരും പറഞ്ഞതുകൊണ്ട് ശരി എന്തായാലും ഇനിയിപ്പം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം കുത്തിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പാവം ജാനൂട്ടി ഒത്തിരി കരഞ്ഞു. എഡിറ്റ് ചെയ്യുമ്പോൾ കൂടെ ആ കരയുന്ന വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റാതെ ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു കാതുകുത്തലൊക്കെ ഒരു ഓർമ്മയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതേ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അമ്മ മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മത്തിയുടെ മീനാണ്. അപ്പോൾ അതിപ്പോൾ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് വീഡിയോ എടുക്കാമെന്ന് കരുതി. ജാനൂട്ടി എപ്പോഴത്തേക്കും പിന്നെ ഉറങ്ങിയിട്ടോ. കാതൊക്കെ കുത്തി കഴിഞ്ഞ് ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ അവിടെ ഫീഡിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു. ഫീഡൊക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ അവിടെ നിന്ന് തന്നെ ഉറങ്ങി. പിന്നെയാണ് നമ്മൾ വീട്ടിലോട്ട് വന്നത്. മത്തി നേരാക്കുന്നത് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങനെ ക്ലീൻ ചെയ്യണതും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഷോർട്സായിട്ട് ഇടുന്നുണ്ട് എന്തായാലും. അപ്പം നമ്മൾക്ക് ഇവിടെ അമേരിക്കയിൽ കിട്ടുന്നത് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടായിരിക്കും. ഇത്രയും വലിയ പണിയില്ല. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ വാലും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മേലോട് കൂടിയിട്ടൊന്ന് കഴുകണം, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ലാസ്റ്റ് ടൈം മത്തി വാങ്ങിയ സമയത്ത് വാലൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ. അത് വാലോടെ കിട്ടിയതുകൊണ്ട് അങ്ങനെ അതോടെ ഇങ്ങനെ വറുത്തതാണ്. അപ്പോൾ ഇത് എല്ലാ മത്തിയും നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴുകിയെടുക്കുകയാണ്. ഒരു 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കും. അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് നല്ല ക്ലീനാക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഇന്ന് മത്തിയുടെ കറിയും അതുപോലെ മത്തി വറുത്തതുമാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. എനിക്കുള്ളത് വേറെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ തൊടിയിൽ ചക്ക ഉണ്ടല്ലോ, ഇടിഞ്ചക്കയാണ്. അപ്പം അതുകൊണ്ട് പരിപ്പും കൂടി ഇട്ടിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇപ്പോൾ ഇതൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നല്ല പശയുണ്ട് കേട്ടോ. കുഞ്ഞ് ചക്കയിൽ അത്ര പശയൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു, പക്ഷെ ഭയങ്കരമായിട്ട് പശയൊക്കെ ഉണ്ട്.
പിന്നെ ഇതിപ്പം പൊടിത്തൂവൽ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ചാറുകറി വെക്കാനുള്ള ഒരു പാകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അരിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകി പിന്നെ പരിപ്പും ഒക്കെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പരിപ്പും ചക്കയും കൂടെ ഇട്ട് ഒരുമിച്ച് വേവിക്കുന്നത്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട്. ഇത് സാധാരണ നമ്മൾ പുളിങ്കറിയൊക്കെ വെക്കുന്ന പോലെയാണ്. ഇതിൻ്റെ റെസിപ്പിക്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ മീനൊക്കെ അമ്മ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെ ഇട്ട് പറയാം? ഇതിൽ മെയിനാണ് ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, മുളക് പൊടി അത്രയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, മുളക് പൊടി. അപ്പോൾ ഇത് മീനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് പറയുമ്പം അത് വിട്ടുപോയതാണ്. അപ്പോൾ ഇത് മീനിൽ തടവിയിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പം പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മീൻ ചാറ് ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒരു പുളിങ്കറി പോലെയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ചെടുത്താൽ മതി, ഒരുപാട് ആവശ്യമില്ല. പിന്നെ മുളക് പൊടി എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് അതിലോട്ട് ചേർക്കുക ചെയ്യേണ്ടത്. കുഞ്ഞുള്ളിയും തേങ്ങയിലിട്ടിട്ട് അരയ്ക്കണം. അപ്പോൾ തേങ്ങയിൽ കൂട്ടുമ്പോൾ അതിനകത്ത് നിന്നുള്ള ഇഞ്ചി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഇട്ടിട്ടില്ല. ഇഞ്ചി നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് വതക്കാമെന്ന് പറഞ്ഞിട്ട് വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം അരച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് വേണമെങ്കിൽ ചേർക്കാം. ഇത് സൈഡിൽ നമ്മുടെ ചക്ക വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മളുടെ അരപ്പും കൂടെ ഇട്ട് ചേർക്കുക. അരപ്പും ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ പുളി ഒഴിക്കുക. പുളിയുടെ വെള്ളം ഒഴിക്കണം. നന്നായിട്ട് പുളിയും ചേർക്കണം ഇതിലോട്ട്. പുളിയും ചേർത്ത് പിന്നെ അങ്ങ് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതൊരു ചെന്നൈയും പാലക്കാടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മീൻകറിയാണ്. നമ്മുടെ പാലക്കാടൻ മത്തിപ്പുളി ഉണ്ട്, അതല്ല. അതിൻ്റെ എനിക്ക് തോന്നുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെന്നാണ് ഒരു ഓർമ്മ. നമ്മൾ തേങ്ങയും എല്ലാം കൂടിയിട്ടൊക്കെ അരച്ച് കലക്കിയിട്ട് ഇതിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം തിളച്ചതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട്. അതുപോലെ മത്തി നമ്മൾ ഇതിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മത്തി ഇനി വെന്ത് കഴിഞ്ഞാൽ ആ കറി ഏകദേശം റെഡിയായെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ചക്ക ഇപ്പം അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഇത് കടുക് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ ചക്ക പരിപ്പ് കറി റെഡിയാവും. ഇതിനകത്തുമൊക്കെ പുളിയൊക്കെ ഒഴിച്ചിട്ട് വെക്കുന്ന സംഭവമാണ്. അപ്പം മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. ഇതിപ്പം രണ്ടമ്മമാരും ഇവിടെ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഒരാൾ മീൻ കഴുകാനും ഒരാൾ വറുക്കാനും ഒക്കെ ആയിട്ടാണ്. അപ്പം എല്ലാവരും കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതിൻ്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഇടയ്ക്ക് ഏട്ടനും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ജാനൂട്ടിൻ്റെ അടുത്ത് പോകുമ്പം ഇവിടെ കറി എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏട്ടനും ഇടയ്ക്ക് വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മീൻ കറിയൊക്കെ എടുക്കുന്നത് ഏട്ടനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം മീനും ഒക്കെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഉച്ചയൂണിൻ്റെ ആയി. പിന്നെ പപ്പടവും കൂടെ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു കറി മാത്രം മതിയായിരുന്നു. പിന്നെ ബാക്കി അച്ചാറും അതുപോലെ പപ്പടവും കൂടെ ഇട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു വെജിറ്റേറിയൻ ഊണ് ഫുള്ളായിട്ടുണ്ടാവും. അപ്പം മീനൊക്കെ ഇതേ വറുത്തൊക്കെ കഴിഞ്ഞ് കഴിക്കലും കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് പ്ലേറ്റിലോട്ട് കുറച്ചൊക്കെ എടുത്ത് മാറ്റി. അപ്പം പിന്നെ ഇതേ വിക്കിക്കുട്ടൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിക്കിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് വീടിനടുത്തുള്ള. അപ്പം അവർ വന്നിട്ട് അവരുടെ കൂടെയാണ് ഫുൾ കളിയൊക്കെ. അപ്പോൾ ഇതേ ചക്കക്കറിയും കൂട്ടിയിട്ട് നമ്മൾ ചോറുണ്ണാണ്. പപ്പടം വറുത്തതും ഉണ്ട്. മീൻ കറി കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞിരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും ഉറക്കമാണ്. എന്ന് വെച്ചാൽ ഒരു ഉച്ചയുറക്കം പതിവായിരുന്നു. അപ്പോൾ ഇതേ ജാനൂട്ടിൻ്റെ കമ്മൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയാണ്. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും തന്നെ വൈകുന്നേരം ആയി. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ആയിട്ട് ഒരു ഈവനിങ് വാക്കിന് പോയതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ തീരാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.